നിലവിലെ ചവറ്റുകൊട്ടയിൽ അബോധാവസ്ഥയിൽ കിടന്ന കുഞ്ഞിനെയും എടുത്ത് അമ്മ നായ ഓടിയെത്തിയത് വെറ്റിനറി ക്ലിനിക്കിലാണ്. ഒരുപക്ഷെ നായ സഹായത്തിനായി ആദ്യം ഓടിക്കയറിയ കെട്ടിടം വെറ്റിനറി ക്ലിനിക്ക് ആയി എന്നത് മാത്രമേ ഉണ്ടാകുള്ളൂ. എന്നാലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താനാകുമെന്ന പ്രതീക്ഷയോടെയാണ് ആ അമ്മ ഓടിയെത്തിയത്. ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നാണ് കരുതുന്നത്. ഏതായാലും തുർക്കിയിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അനഘ പ്രകാശ് ചേരുന്നുണ്ട് തത്സമയം. അനഘ, നമുക്ക് ഈ അമ്മമാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ എത്ര തന്നെ വർണ്ണിച്ചാലും കഴിയില്ല. അത് വാക്കുകൾക്ക് തന്നെ അതീതമാണ്. ഇതിപ്പോൾ ഒരു പക്ഷേ വെറ്റിനറി ക്ലിനിക് ആണ് എന്ന് അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓടിയൊരു സ്ഥലത്തേക്ക് കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കയറി, അത് ഭാഗ്യവശാൽ വെറ്റിനറി ക്ലിനിക് ആയി എന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പം എങ്ങനെയുണ്ട്? ഓക്കെ ആയോ? ഹിമ, ഈ നായ്ക്കുട്ടി സുഖമായിരിക്കുന്നു. കൃത്യസമയത്ത് ആ അമ്മ നായയുടെ ഇടപെടലിലൂടെ ആശുപത്രിയിൽ എത്തിച്ചതുകൊണ്ട് കുട്ടിനായെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു എന്നാണ് മൃഗാശുപത്രിയിലെ ഡോക്ടർമാരും ഒക്കെ പറയുന്നത്. നമ്മൾ ഈ മൃഗസ്നേഹത്തെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന മൃഗം നായ്കളായിരിക്കും. കാരണം നായ്കളുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ നമ്മൾ തത്സമയം റിപ്പോർട്ടിലൂടെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ വൈറലായിരിക്കുന്ന ദൃശ്യം തുർക്കിയിൽ നിന്നാണ്, ഇസ്താംബുളിൽ നിന്നാണ് സംഭവം. അതായത് കോരിച്ചൊരിയുന്ന മഴയാണ്. ആ മഴയത്ത് ഒരു മൃഗാശുപത്രിയിലേക്ക് ഒരു നായ തൻ്റെ കുട്ടിയെ കടിച്ചു പിടിച്ച് ഓടി വരുന്ന ഒരു CCTV വിഷ്വൽ. അതിനകത്ത് ജീവനക്കാരൻ ഈ CCTVയിലൂടെയാണ് കാണുന്നത്. പുറത്തേക്ക് വന്നപ്പോൾ ഈ കുട്ടീനെ ഇവർ പരിശോധിച്ചപ്പോൾ ഹൃദയമിടിപ്പ് വളരെ കുറഞ്ഞ നിലയിലായിരുന്നു. വളരെ അപകടകരമായൊരു നിലയിലാണ് ഈ അമ്മ നായ കുഞ്ഞിനെയും കൊണ്ട് ഓടി വരുന്നത്. കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് ഡോക്ടർമാർ പരിചരിച്ചു. ഇപ്പോൾ നായ്ക്കുട്ടി പൂർണ്ണ ആരോഗ്യവാനാണ്. ഈ ഒരു നായ്ക്കുട്ടി മാത്രമല്ല കേട്ടോ, ഈ നായ്ക്കുട്ടിക്ക് ജന്മം നൽകിയിട്ട് അധിക നാളായില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മാത്രമല്ല, ചില മൃഗസ്നേഹികൾ പറഞ്ഞതനുസരിച്ച് ഇതേ നായ പ്രസവിച്ചപ്പോൾ കുറച്ചധികം കുട്ടികളുണ്ടായിരുന്നു. അതിൽ കുറേ നായ്ക്കുട്ടികൾ മരിച്ചു പോയിരുന്നു. അതിൽ ജീവൻ അവശേഷിച്ച മറ്റൊരു നായ്ക്കുട്ടി ഇതിനു മുമ്പേ തന്നെ കുറച്ച് മൃഗസ്നേഹികളൊക്കെ ഇതേ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ഇതിന് തൊട്ടടുത്തായിരുന്നിരിക്കണം ഈ മൃഗാശുപത്രി. അതുകൊണ്ടായിരിക്കണം നായ ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ ആദ്യം കണ്ട ഒരു കെട്ടിടത്തിലേക്ക് നായ്ക്കുട്ടീനെ കൊണ്ട് വന്നതായിരിക്കാം. അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ മറ്റ് മൃഗങ്ങളെയും ഒക്കെ ആയിട്ട് ആളുകൾ എത്തുന്നത് കണ്ടിട്ടുണ്ടായിരിക്കണം. എന്തായാലും അമ്മ നായ കൃത്യമായി ആ കുഞ്ഞിനെ എത്തിക്കേണ്ട സ്ഥലത്ത് തന്നെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞും അതോടൊപ്പം മറ്റ് മൃഗസ്നേഹികൾ ആദ്യം ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞും സുഖമായി ഇരിക്കുന്നു. വളരെ നമുക്ക് സന്തോഷം തന്നെയാണ് ഏറ്റവും സന്തോഷവും സമാധാനവും നൽകുന്ന ഒരു കാര്യം.